ഇതൊന്നുമില്ലാതെ കടം വാങ്ങിയാൽ മേൽപ്പറഞ്ഞ ഗൗരവത്തിന്റെ ഹദീസുകളെല്ലാം അത്തരം കടം വാങ്ങുന്നവരുടെ മേലാണ്. ഇത്തരം ഹദീസുകളെ സമന്വയിപ്പിച്ച് വിശദീകരിച്ച ശേഷം അപഗ്രഹിച്ചിട്ട് മഹാനായ നമ്മുടെ കർമ്മശാസ്ത്രത്തിന് അവലംബമായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, വജമീഉ തഗ്ലീമാത്തി ഫിദ്ദീനിൽ മദ്കൂറത്തി ഫിൽ അഹാദീസ്, മേൽപ്പറഞ്ഞ ഹദീസുകളിലൊക്കെയും വിവരിക്കപ്പെട്ട് ഗൗരവതരമായ കടത്തിന്റെ ദൂഷ്യങ്ങളും അപകടങ്ങളും ആഖിറത്തിലെ കുറ്റങ്ങളുമെല്ലാം യംബഗി ഹംലുഹാ, അത് ചുമത്തേണ്ടതുണ്ട്. അലൽ ഇസ്തിദാനത്തി മഅനിയതിഹി അദ്മൽ വഫാ, വീട്ടെന്താണ് കരുതി വാങ്ങുന്ന കടക്കാരന്റെ മേൽ കടം വാങ്ങുമ്പോഴേ അയാൾക്കത് തിരിച്ചടക്കണം കൊടുക്കണമെന്ന് വിചാരമല്ല, തിരിച്ചടക്കണമെന്ന് വിചാരമല്ലാതെ വാങ്ങുന്ന കടം വാങ്ങൽ ഗൗരവതരമായ കുറ്റമാണ്. അത്തരം കടം വാങ്ങലിനെ പറ്റിയാണ് ഹദീസിൽ പറഞ്ഞ ഗൗരവതരമായ കടം വാങ്ങൽ. പൂജക്കണ്ട് അല്ലെങ്കിൽ അയാൾക്കത് കൊടുക്കണമെന്ന് ആശയമില്ല, വീട്ടണമെന്നില്ല, വീട്ടണ്ടാന്ന് കരുതി അല്ലെങ്കിൽ വീട്ടണമെന്ന് ആശയമില്ല. ഇങ്ങനെ വാങ്ങൽ തന്നെ പറ്റും. അല്ലം ദുഃഖന്തരമില്ലാതെ ജീവിതത്തിന് കുടുങ്ങിപ്പോയാൽ, അന്നം മുട്ടിപ്പോകുമെന്ന് കണ്ടാൽ, മദ്യം കൊണ്ട് തൊണ്ടാനക്കം എന്ന് വരുന്ന നിയമത്തെ പന്നിറച്ചി തിന്നണമെന്ന് വരുന്ന തരത്തിലുള്ള അനിവാര്യതയുടെ വേളകളിലാണോ ഇങ്ങനെയും വാങ്ങാം? ഇങ്ങനെ വേളയില്ലാതെ വാങ്ങുമ്പോ വീട്ടണമെന്ന് ആശയില്ലാതെ അല്ലെങ്കിൽ വീട്ടണ്ടാന്ന് കരുതി വാങ്ങുമ്പോ തിരിച്ചടക്കാനും കടം വീട്ടാനുമുള്ള പ്രത്യക്ഷമായ കാണാൻ പറ്റുന്ന വകുപ്പ് കാണാതെ വിട്ട് കടം വാങ്ങിയാലും വകുപ്പുണ്ട്, എസ്റ്റേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ കച്ചവടപ്പീടിയുണ്ട്, അല്ലെങ്കിൽ വേറെ ഭൂമി വാങ്ങിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഗതി ഉണ്ട്, അല്ലെങ്കിൽ വിൽക്കാനും കൊടുക്കാവുന്ന വീടുണ്ട്. ഇങ്ങനെ പ്രത്യക്ഷമായിട്ട് വീട്ടാൻ പറ്റുന്ന തരത്തിലുള്ള വകുപ്പുള്ളവൻ കടം വാങ്ങിയാലും അത് കുറ്റകരമായ ഗൗരവതരമായ കടമല്ല. ഇത് കാണാതെയോ വീട്ടണ്ടാന്ന് കരുതിയോ വീട്ടണോന്ന് ആശല്ലാതെയോ വകുപ്പ് കാണാതെ കടം വാങ്ങുന്നിടത്ത് തന്നെ കടം കൊടുത്തയാൾക്ക് ഇവനെ പറ്റി അറിയില്ല. നാളം തരാം, അടുത്ത വെള്ളിയാഴ്ച തരാം, അടുത്ത റമദാന്റെ പിറ്റേന്നും തരാം എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങുന്നത് കണ്ടാ ഇയാൾ തരാൻ വകുപ്പുണ്ട് എന്നെ കടം കൊടുത്താണ് വിചാരിക്കുന്നത്. അതിനൊരു വകുപ്പ് അയാൾ കാണാതെ ഇങ്ങനെ കൃത്യ ഡേറ്റ് പറയില്ലല്ലോ എന്ന് ഇയാൾ മനസ്സിലാക്കുന്നു. ഇങ്ങനെയുള്ള വിവരമില്ലാത്ത ആളുകളെ അവസ്ഥ അറിയാതെ കൊത്തുപോകുന്ന കടക്കാരിൽ നിന്ന് മേടിക്കുന്നതാണ് കുറ്റകരം. അത്തരം കുറ്റകരമായ കടം വാങ്ങലിന്റെ മേൽ ഇത് ചുമത്തണം. അല്ലെങ്കിൽ തെറ്റും കുറ്റവുമായിട്ടുള്ള പാപങ്ങളിൽ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ കടം വാങ്ങിയാലും അത് ഹറാമും ഗൗരവമായ കുറ്റമാണ്. ഹറാമായ കാര്യത്തിൽ ചെലവഴിക്കാൻ വാങ്ങിയാൽ, മഅസിയത്തിൽ ചെലവഴിക്കാൻ വാങ്ങിയാൽ, നേരെ മറിച്ചു കടം വാങ്ങിയ ആൾക്ക് വീട്ടണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ വീട്ടാൻ സഹായിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിലുണ്ട്. കടം വീട്ടാതെ മരണപ്പെട്ട ചില ആളുകളെ തൊട്ട് കടം അല്ലാഹു വീട്ടുമെന്ന് ചില ഹദീസിലുണ്ട്. നാം വായിച്ച ഹദീസ് പോലെ ഇത്തരം ചില ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ലഘുത്വങ്ങളും ലളിതമായ കടത്ത് നിസ്സാരമാക്കുന്ന, ചെറുതാക്കുന്ന, ലഘുവാക്കി കാണിക്കുന്നതൊക്കെ പടച്ചോൻ പൊരുത്തപ്പെട്ട നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങുന്നതിനെ സംബന്ധിച്ചാണെന്ന് വെക്കണം. അതുതന്നെ നാദിയെന്നതാഹു, അത് വീട്ടണോന്ന് വിചാരിച്ചു വാങ്ങുന്നതാണെന്ന് വെക്കണം. വലൊരു ജിഹത്തും വാചരത്തും അദ്ദീമിൻഹ, വീട്ടാൻ വകുപ്പ് കണ്ടിട്ട് വാങ്ങുന്നതുമാണെന്നും വെക്കണം. അല്ലെങ്കിൽ നിലയറിയുന്ന കടക്കാരന് നിലയറിഞ്ഞിട്ടും പോട്ടെ പോണ വൈക്ക് എഴുതി കൊടുക്കുന്ന കടക്കാരൻ്റെ അടുത്തുനിന്നാണ് എന്ന് വെക്കണം. ഇങ്ങനെയൊന്നുമല്ലാതെ മനുഷ്യനെ അപകടപ്പെടുത്തിയിട്ട് ഹദിയത്ത് ചെയ്ത് വഞ്ചിച്ച് ആരാൻ്റെത് പിടുങ്ങാൻ കടം വാങ്ങുന്നത് വിദ്യയാക്കിയാൽ അവനാണ് ഈ പറഞ്ഞ ഹദീസുകളിൽ പറഞ്ഞ ഗൗരവങ്ങളൊക്കെയെന്ന് മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ വ്യാഖ്യാനവും അപഗ്രഥനവും ഈ റിസൾട്ടും വന്നാൽ നമ്മളുടെ കടം വാങ്ങലൊക്കെ എന്തിൽപ്പെടും? ചെറുപ്പക്കാരാലോചിക്കണം, വയസ്സന്മാരും ആലോചിക്കണം, ആണും പെണ്ണും ആലോചിക്കണം. കടം നിസ്സാരമായി കാണുന്ന, കടം ഈസിയായി വരുന്ന, കടം നിത്യജീവിതത്തിന്റെ ഭാഗമായി വരുന്ന അത്യാവശ്യം എന്തെങ്കിലും വേണോ? ഉച്ചെങ്കിൽ ഒരു ബൈക്ക് വേണോ? അഞ്ഞൊരുങ്ങണോ? പെരുന്നാൾക്ക് തുടികുപ്പായ എടുക്കണോ? വേറുള്ളവൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യണോ? അയലോകത്തെ കുട്ടിക്ക് വാപ്പെന്ത് കൊടുക്കുന്നോ അത് തന്നെ നമ്മളെ കുട്ടി ചോദിച്ചാൽ, കുട്ടികൾ ചോദിക്കുമ്പോ എങ്ങനെ? കുട്ടികൾ ചോദിച്ചാൽ കുടുങ്ങാണേ, അപ്പുറത്തും കാണുമ്പോൾ കുടുങ്ങാണേ എന്നൊക്കെ പറഞ്ഞ് വാങ്ങുന്നില്ലേ?
ഇത്തരം വാങ്ങലുകളൊക്കെ അള്ളാഹു പൊരുത്തപ്പെടുന്നതോ അള്ളാഹു ഇഷ്ടപ്പെടുന്നതോ അല്ല അനിവാര്യമല്ലെങ്കിൽ അവർ കൊടുക്കാനുണ്ട്, മറ്റുണ്ട്. കഴിവുള്ളവൻ വാങ്ങുന്നത് കണ്ടൊക്കെ കഴിവില്ലാത്തവനും കൂടി അതുപോലെ ജീവിക്കണമെന്ന് കാണുന്നത് വാസ്തവത്തിൽ മൗഢ്യമാണ്. ദുന്യാവിന്റെ മിച്ചവും അള്ളാഹു ചെലുത്താ കൊടുക്കുക, ആഖിറത്തിലെ നേട്ടങ്ങളും അള്ളാഹു ചെലുത്താ കൊടുക്കുക. ദുന്യാവിന്റെ മിച്ചവും ദുന്യാവിന്റെ മെച്ചവും കൊടുക്കുന്ന ആളുകൾക്ക് കിട്ടുന്നതൊക്കെ നമ്മൾക്കും കിട്ടണമെന്ന് വിചാരിച്ച്, കഴിവുള്ളവർ ജീവിക്കുന്നത് പോലെയൊക്കെ നമ്മളും ജീവിക്കണമെന്ന് വിചാരിച്ച്, കഴിവുള്ളവർ നടക്കുമ്പോഴൊക്കെ നമ്മളും നടക്കണമെന്ന് വിചാരിച്ച്, അവർ വാഹനത്തിൽ പോകുന്നത് പോലെ നമ്മളും വാഹനത്തിൽ പോകണമെന്ന് വിചാരിച്ച്, അവരുടെ മക്കൾ തിന്നുന്നതൊക്കെ നമ്മുടെ മക്കളും തിന്നണമെന്ന് വിചാരിച്ച്, അവരുടെ മക്കളുടെ ഫാഷനൊക്കെ നമ്മളുടെ മക്കളും ധരിക്കണമെന്ന് വിചാരിച്ച്, അവരുടെ മക്കൾ പോകുന്ന ഇംഗ്ലീഷ് മീഡിയത്തിൽ നമ്മളെ മക്കളും പഠിക്കണമെന്ന് വിചാരിച്ച്, ഈ രൂപത്തിൽ കടം വാങ്ങി ഉണ്ടാക്കിയിട്ട് വാരിക്കൂട്ടി കടബാധ്യത വന്നാൽ ആ കടബാധ്യതകളൊക്കെ കുറ്റകരമായ കടബാധ്യതകളാണ്. അത്യാവശ്യത്തിനു വേണ്ടി അന്ന് പൊരുത്തപ്പെട്ട മാർഗത്തിലേക്ക് ദാനം ചെയ്യാനോ നിർബന്ധമായ ചെലവ് നടത്താനോ അവനവന്റെ ബാധ്യതപ്പെട്ട ആളുകൾക്ക് വകുപ്പില്ലാതെ ചെലവിന് വകുപ്പില്ലാതെ കുടുങ്ങിയിട്ടോ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വകുപ്പില്ലാതെ കുടുങ്ങിയിട്ടോ ഒക്കെ അനിവാര്യമായി വന്നാൽ വീട്ടണോന്ന് വിചാരിക്കുന്ന ആൾക്ക് അന്ന് എളുപ്പമാക്കും. അള്ളാഹുവിൽ പ്രതീക്ഷിക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ കടം വാങ്ങാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ കടം വാങ്ങുമ്പോ അവനെ ആക്ഷേപിച്ചിരുന്നു പലരും. ആയിഷ റളിയല്ലാഹു അൻഹ അന്നഹാ കാനത്ത് തദായനു ഫഖീല ലഹാ മാലകി വലിദ്ദൈൻ വലകി അൻഹു മംദൂഹ. പുന്നാര ഉമ്മ, അങ്ങെന്തിനാ കടം വാങ്ങുന്നത്? അങ്ങേക്ക് കടം വാങ്ങാതെ തന്നെ ഞങ്ങൾ വേണമെങ്കിൽ തരുമല്ലോ, പിന്നെന്തിനാ കടം വാങ്ങണേ? കടം വാങ്ങാതെ തന്നെ അങ്ങേക്ക് വേണ്ടതും നിങ്ങൾക്ക് വേണ്ടതൊക്കെ സമൂഹം തരും, ഞങ്ങളുടെ ഉമ്മയല്ലേ. ഇതാളുകൾ അവരോട് ആക്ഷേപം പറയുമ്പോ ആലത്ത് സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറയുന്നത്, എന്റെ ഹബീബായ നബിയെ ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ നിന്ന് പറയുന്നത്, മാമിൻ അബ്ദിൻ കാനത് ലഹു നിയ്യത്തുൻ ഫീ അദാഇ ദൈനിഹി ഇല്ലാ കാന ലഹു മിനല്ലാഹി ഔൻ. വീട്ടണം എന്ന് കരുതിയിട്ട് ഒരാൾ ആരാണ്ടത് കടം വാങ്ങിയാൽ അയാളുടെ മനസ്സിന്റെ അകത്ത് നിഷ്കളങ്കമായും അത് തിരിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ്, പറഞ്ഞ തീയതിക്ക് കൊടുക്കണമെന്ന് തന്നെയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് കൊടുക്കണമെന്ന് തന്നെയാണ്. ആ വിധം വാങ്ങിയാൽ ഇല്ലാ കാന ലഹു മിനല്ലാഹി ഔൻ, പടച്ചോന്റെ അജയ്യമായ സഹായം അവന് കിട്ടും, അപാരമായ സഹായം അത് കിട്ടാൻ അവന് കിട്ടും. ആ സഹായം പ്രതീക്ഷിച്ചാണ് ഞാൻ കടം വാങ്ങുമെന്ന് ആയിഷാ ബീവി മറുപടി പറയും. അഹ്മദിൽ വേദനം ചെയ്ത ഹദീസ്. ആയിഷാ ബീവിയുടെ അതേപോലെ നബിയുടെ സഹധർമ്മിണിയായ മൈമൂന റളിയല്ലാഹു അൻഹാ, അവരുടെ കുടുംബത്തിന് മൈമൂനയോട് ദേഷ്യമായിരുന്നു. അവർക്ക് നല്ല നല്ല സൽക്രമങ്ങൾ ചെയ്യാനും ആശ്രിതർക്ക് കൊടുക്കാനും ദാനങ്ങൾ ചെയ്യാനും അനിവാര്യമായതൊക്കെ ചെയ്യാനായി വാങ്ങുന്നത്. ജീവിതത്തിൽ 4-5 ദിവസം മാത്രം പട്ടിണി കിടന്നിട്ട് അശറഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിച്ച ഭാര്യമാരൊക്കെയും ശീലിച്ചിട്ടുണ്ട്. 3 ദിവസം കഴിഞ്ഞ് 4ാമതൊരു ദിവസത്തിലാണ് റസൂലുള്ളാഹിന്റെ ഭാര്യമാർ വിഷമിച്ചിരുന്ന കാലത്ത് ജീവിച്ചിരുന്നതെന്ന് അവരുടെ ജീവിതാനുഭവങ്ങളിലുണ്ട്. തിന്നാൻ വകുപ്പില്ലാതെ അവർക്ക് തിന്നാൻ വേണ്ടിയിട്ടോ നിത്യേന ആറടിക്കാൻ വേണ്ടിയിട്ടോ അല്ല റസൂലുള്ളാഹിന്റെ ഭാര്യമാർ നമ്മുടെ മാതാക്കളും ഉമ്മുൽ മുഅ്മിനീങ്ങളും മേടിച്ചത്. അല്ലാഹുവിന്റെ ത്വാഅത്തിൽ ചെലവഴിക്കാൻ, അടിമകളെ മോചിപ്പിക്കാൻ, പീഡിപ്പിക്കുന്നവർക്ക് വിഷമമുണ്ടാക്കാൻ, അല്ലാഹുവിന്റെ സമരത്തിന് പോകുന്ന യോദ്ധാക്കൾക്ക് നൽകാൻ. ഇങ്ങനെ മൈമൂന ബീവി കടം വാങ്ങുമ്പോ കാനത്ത് മൈമൂനത്തു തദ്ദാനു ഫതുഫിറു, വല്ലാതെ കടം വാങ്ങും മൈമൂന ബീവി. ഫഖാല ലഹാ അഹ്ലുഹാ ഫീ ദാലിക, അവരുടെ കുടുംബങ്ങൾ ആക്ഷേപം പറഞ്ഞു. വലാമു, അവരാക്ഷേപിച്ചു. വജദു അലൈഹ, മൈമൂന ബീവിയോർക്ക് ദേഷ്യമായി അനിഷ്ടം പ്രകടിപ്പിച്ചു. ഫഖാലത്ത്, അപ്പൊ ആയിഷ മൈമൂന ബീവി പറഞ്ഞു, ലാ അത്റുഖുദ്ദീൻ, കടം ഒഴിച്ചിട്ട് പോകേണ്ട ഗതി എനിക്ക് വരില്ല, കടക്കാരിയായി മരിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വഖദ് സമീഅതു ഖലീലി വസഫീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഇഷ്ടതോഴരായ, എന്റെ ഉറ്റമിത്രമായ, എന്റെ ഹബീബായ മുത്തനബിയെ ഞാൻ കേട്ടിട്ടുണ്ട്. മാ മിൻ അഹദിൻ യബ്ദാനു ദൈനൻ യഅലമുല്ലാഹു അന്നഹു യുരീദു ഖളാഅഹു ഇല്ലാ അദ്ദാഹു അല്ലാഹു അൻഹു ഫിദ് ദുനിയാ. വീട്ടണമെന്ന് ഉദ്ദേശിച്ച് കടം വാങ്ങുന്നത് വീട്ടാൻ അല്ലാഹു തആല വകുപ്പ് നൽകും, ആഖിറത്തിലല്ല, ഫിദ് ദുനിയാ,
ദുനിയാവിൽ നിന്ന് തന്നെ കിട്ടാനുള്ള വകുപ്പ് അല്ലാഹു തആല നൽകും. കടം ഗൗരവകരമായി എടുക്കണം. കടം വാങ്ങാൻ കൊടുക്കണമെന്ന് വിചാരിക്കണം. അതിന് പ്രത്യേകമായ വകുപ്പ് അയാൾ അന്വേഷിക്കണം, കണ്ടുവെക്കണം. ഇനി കണ്ടുവെക്കാനില്ലാത്തവരാണെങ്കിലും ഏതെങ്കിലും നിലയ്ക്ക് അന്വേഷിച്ചിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കണം. എങ്കിൽ അല്ലാഹു തആല തിരിച്ചടക്കാനുള്ള വകുപ്പ് നൽകുമെന്നതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നതുകൊണ്ട് പടച്ചോൻ സഹായിക്കും. ഞാൻ അങ്ങനെ തന്നെ ചെയ്യും.